നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ശശീന്ദ്രന് രാജിക്കുരുക്ക്. ലൈംഗികാരോപണത്തിൽ കുരുങ്ങി AK ശശീന്ദ്രൻ മന്ത്രിപദം രാജിവെച്ചു. ഗതാഗത മന്ത്രിയുടെ രാജി അപകീർത്തികരമായ ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ ആരോപണ വിഷയത്തിൽ തന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചതായി കരുതുന്നില്ല. രാജി കുറ്റസമ്മതമല്ലെന്നും കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ ശശീന്ദ്രൻ. സ്ത്രീയോട് ലൈംഗിക ചുവയുള്ള ഭാഷയിൽ മന്ത്രി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ ഒരു ടെലിവിഷൻ ചാനൽ പുറത്തുവിട്ടത് രാവിലെ. വാർത്ത പുറത്തുവന്ന ഉടൻ മുഖ്യമന്ത്രിയെ രാജിസന്നദ്ധത അറിയിച്ച ശശീന്ദ്രൻ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ രാജിപ്രഖ്യാപനം നടത്തുകയായിരുന്നു. ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും നിരപരാധിത്വം ജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുമെന്നും ശശീന്ദ്രൻ. പരാതിക്കാരില്ലാത്ത സംഭവത്തിൽ മന്ത്രിയുടെ സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടതിന്റെ ധാർമ്മികത ചർച്ച ചെയ്ത പൊതുസമൂഹം. അതേസമയം രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് രാജിയെന്നും തീരുമാനം തന്റേത് മാത്രമെന്നും AK ശശീന്ദ്രൻ. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വിശദീകരണം. നാണക്കേടിന്റെ നിഴൽപ്പാട്. 10 മാസം മാത്രം പ്രായമായ പിണറായി സർക്കാരിനു നാണക്കേടായി മന്ത്രിസഭയിൽ നിന്ന് രണ്ടാമന്റെ രാജി. AK ശശീന്ദ്രൻ സ്ഥാനമൊഴിഞ്ഞതോടെ NCPയുടെ മന്ത്രിപദം സംബന്ധിച്ചും അഭ്യൂഹം. മന്ത്രിസ്ഥാനം തൽക്കാലം CPM ഏറ്റെടുക്കുമെന്ന് റിപ്പോർട്ട്. മന്ത്രിസഭയിലേക്ക് ശശീന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടത് NCPക്ക് നൽകിയ മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം പങ്കിട്ടെടുക്കാമെന്ന ധാരണയിൽ. പാർട്ടിയുടെ രണ്ടാമത് MLA ആയ തോമസ് ചാണ്ടി അവകാശവാദം ഉന്നയിക്കുമോ എന്ന് അവ്യക്തം. മന്ത്രിപദത്തിൽ അഭിപ്രായം വ്യക്തമാക്കാതെ NCP സംസ്ഥാന നേതൃത്വം. ജിഷ കേസിൽ വിജിലൻസ് കുരുക്ക്. ജിഷ വധക്കേസിൽ സർക്കാരിനെ വെട്ടിലാക്കി വിജിലൻസ് റിപ്പോർട്ട്. അന്വേഷണത്തിൽ പോലീസ് വീഴ്ചയെന്ന വിജിലൻസ് നടപടിയെ വിമർശിച്ച് ADGPയും. അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും തുടക്കം മുതൽ പാളിച്ചയെന്നും ആക്ഷേപം. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കു കൈമാറിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും. അന്വേഷണത്തിനിടെ കേസ് അട്ടിമറിക്കപ്പെട്ടതായി സംശയമെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും ജേക്കബ് തോമസിന്റെ റിപ്പോർട്ടിൽ പരാമർശം. വിചാരണവേളയിൽ നിർണായകമാകുന്ന വിജിലൻസ് റിപ്പോർട്ടിനെ ചൊല്ലി ആഭ്യന്തര വകുപ്പിൽ പ്രതിഷേധം. അതിനിടെ ക്രിമിനൽ കേസ് അന്വേഷണത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ ഇടപെടൽ അംഗീകരിക്കാനാവില്ലെന്ന നിലപാടുമായി ADGP B സന്ധ്യ. പരിശോധനാ റിപ്പോർട്ട് പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നതെന്നും കേസ് വഴിതിരിച്ചുവിടാൻ ഉദ്ദേശിച്ചുള്ളതെന്നും സന്ധ്യ. മൂന്നാറിൽ നേർക്കുനേർ. മൂന്നാറിൽ പോരുമുറക്കി CPMഉം CPIയും. അനധികൃത നിർമ്മിതികൾക്കെതിരെ സബ് കളക്ടർ സ്വീകരിക്കുന്ന നടപടികളിൽ തെറ്റില്ലെന്ന് മന്ത്രി E ചന്ദ്രശേഖരൻ. റവന്യൂ വകുപ്പിന്റെ നടപടികൾ നിയമപരവും നീതിപൂർവകവും. സബ് കളക്ടറെ കുറിച്ച് പരാതിയുള്ളവർ എഴുതി നൽകിയാൽ പരിശോധിക്കാമെന്നും മന്ത്രി. ദേവികുളം സബ് കളക്ടറെ സംരക്ഷിക്കുന്ന മന്ത്രി ബുദ്ധിശൂന്യനെന്ന S രാജേന്ദ്രൻ MLAയുടെ പരാമർശത്തിന് മന്ത്രിയുടെ മറുപടി. ആർക്കാണ് ബുദ്ധിശൂന്യത എന്ന് വിവേകമുള്ള കേരളീയർ മനസ്സിലാക്കും. സബ് കളക്ടറെ മാറ്റാൻ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി ചന്ദ്രശേഖരൻ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2730 രൂപ, പവൻ 21,840 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.